ഹായ് എവരി വൺ. നമ്മൾ ഗോവ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ണന്മാരെയൊക്കെ ഇന്നാണ് എല്ലാവരും ഫുൾ അറ്റൻഡൻസ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഭോപ്പാൽ വിട്ടു ബാംഗ്ലൂർ വന്നിരിക്കുകയാണ്. ഒരു 3 days ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മുരുകൻ കഫേ വന്നിരിക്കുകയാണ്. ഇത് പണ്ട് ഇവിടെ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്ഥിരം സ്പോട്ടാണ്. നമ്മുടെ ചേട്ടനെ കാണാൻ വരും. ഇവിടുന്ന് രാവിലത്തെ ഭക്ഷണം കഴിച്ച് ആ കാണുന്നതാണ് മെട്രോ കയറി നേരെ വിട്ട എൻ്റെ കോളേജാണ്. അപ്പോൾ നമ്മളിന്ന് മുരുകൻ കഫേയിൽ ബ്രേക്ക്ഫാസ്റ്റ് കുറേ നാളായി നല്ല സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. ഭോപ്പാലിൽ ഭയങ്കര ഷോക്കാണ്. സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ 1-2 സ്പോട്ടേ ഉള്ളൂ. അതും വലിയ മെച്ചമൊന്നുമില്ല. എനിക്ക് ഇവിടുത്തെ പൊറോട്ട ഇഷ്ടമാണ്. സീറ്റ് കിട്ടിയിട്ടുണ്ട്, അകത്ത് കയറാം. എനിക്ക് കുറച്ചുകൂടെ താല്പര്യം സെന്തൂർ പോകാനായിരുന്നു. പക്ഷെ സെന്തൂർ അടച്ചു പോയെന്ന് പറഞ്ഞു. സെന്തൂറിലെ നല്ല അടിപൊളി ആവെന്ന് വന്നു. 2 ഗ്ലാസ്സിലുണ്ട് ചോലെ. ഇതിലെ വലിയ പൂരി കഴിക്കാൻ വേണ്ടി 2 ഗ്ലാസ്സിലാണോ ചോലെ? പൂരിയും സാമ്പാറും. ദീപചേട്ടൻ എന്താ ട്രൈ ചെയ്ത്? ഓ, നൂൽപുട്ടുണ്ട്. നൂൽപുട്ട് ട്രൈ ചെയ്യും. ഇത് ദോശയ്ക്ക് അല്ലേ? നമ്മളിതിൻ്റെ മിനിയേച്ചർ ഗോവയിൽ കഴിച്ചില്ലേ? ഒരു പഴയ ഹോട്ടൽ പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. എന്തായാലും പേര് വിട്ടു പോയി. നല്ല വിശപ്പുണ്ട്. ഞാനൊരു 2 വട കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിപ്പോൾ. രാവിലെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. ഇത് ഈ മസാല ദോശ കഴിക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം ഭോപ്പാലിൽ ഞാൻ നിൽക്കുന്നിടത്ത് ഇന്ന് മസാല ദോശ കഴിക്കണമെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് റോഡുണ്ട്. പക്ഷെ അവിടുത്തെ ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി സൈസേ വരുള്ളൂ. പ്ലസ് ഈ കറി തന്നെ അവിടെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പോലെ അങ്ങനെ ഒഴുകി പോകും പാത്രത്തിൽ നിന്ന്. പിന്നുള്ളൊരു ഓപ്ഷൻ 16 കിലോമീറ്റർ പോകണം. അത് ക്യാബ് എടുത്ത് പോകണം. അവിടെ പ്രസാദം എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അതൊരു തമിഴ് ഓണറാണ്. അവിടുത്തെ ദോശ അത്യാവശ്യം നല്ല, അവിടുത്തെ ഉഴുന്നുവട അത്യാവശ്യം നല്ല. ഭോപ്പാലിലൊരു അടിപൊളി ബിസിനസ് സാധ്യതയാണ് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സുകൾ. സൗത്ത് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഫാൻസാണ് അവിടെ ഉള്ളവരും. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യൻസിനെ കണ്ടിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളൊരു ഐഡിയ അവർക്ക്. അല്ലെങ്കിൽ രാവിലെ ഒന്നുമില്ല, ചായ ജിലേബി. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. രാവിലെ ജിലേബി അല്ലെങ്കിൽ പോഹ ഭയങ്കര അടിയായിരുന്നു. പോഹയെ പറ്റി സംസാരിച്ച് തുടങ്ങിയപ്പോൾ പോഹ പറയുന്നത് നമ്മൾ സൗത്ത് ഇന്ത്യക്കാരുടെയാണ്, മാംഗ്ലൂരിയൻസിൻ്റെ ആണെന്ന് പറഞ്ഞു. പിന്നെ ചിലർ പറഞ്ഞു അല്ല മറാഠീസിൻ്റെയാണ് പോഹ. പിന്നെ കുറേ പേര് രാജസ്ഥാനീസാണ് പോഹ കൊണ്ടുവന്നിരിക്കുന്നത്. പോഹ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ക്യാൻറ്റീനിൽ ഞാൻ കഴിക്കാറില്ല. പക്ഷെ കഴിക്കാൻ വേറെ നിർത്തില്ല. ആൻഡ് ദേ റിയലി ലൈക്ക്. അത് എൻ്റെ ബാച്ച്മേറ്റ് ഒരാളുണ്ട്, ബീഹാറിയാണ്. അവൻ ചോദിക്കും നല്ല സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എന്താ. അവന് പുട്ട് എന്താണെന്ന് അറിയാം. എന്നോട് ചോദിച്ചു എവിടെ നല്ല പുട്ട് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് പുട്ട് എന്താണെന്നൊക്കെ അറിയാം.